എത്ര ആളുകളാണ് ഇങ്ങനെ പാടുന്നത്? റഈസുൽ ഉസ്സാഖിൻ ബഗ്ദാദി പാടുന്നു ഖസീദത്തുൽ ബിദരിയയിൽ പാടുകയാണ്. ഉസല്ലി സലാത്തൻ തംലഉൽ അർള വസ്സമാ അലാ മൻ ലഹു അഅലൽ ഉലാ മുതബവ്വഉ ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ വഫി നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു. എന്തെല്ലാം തരത്തിലാ പാടുന്നത്. അറബി പാട്ടുകൾ ആശിഖീങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് നോക്കണം. ചിലത് അവസാനം മുഴുവൻ പ്രാസം ഒപ്പിച്ച് ഒരേ അക്ഷരത്തിൽ കൊണ്ടുവന്ന് തീർക്കുന്നു. ഒരേ അക്ഷരത്തിൽ. ഇമാം ബുസീരി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കവിത ധാരാളമുണ്ട് കവിത മുഴുവന്റെയും അവസാനം കൊണ്ടുവന്ന് തീർക്കുന്നത് മീമിലാണ്. എല്ലാം മീമില്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി വബിത്ത തർഖ ഇലാ അന്നിൽത മൻസിലതൻ മിൻ ഖാബ ഖൗസൈനി ലം തുദ്റക് വലം തുറമി. എല്ലാം മീമില്. കവിന് സുഹൈർ പാടുന്നു എല്ലാം ലാമില് കൊണ്ടൊന്ന് അവസാനിപ്പിക്കുന്നു. മഹ്ലൻ ഹദാകല്ലദി അഅതാക നാഫിലതൽ ഖുർആനി ഫീഹാ മവാഇദും വതഫ്സീലു. എന്നാൽ ഇമാം ബഗ്ദാദി പാടുന്നു ഓരോ ഹർഫുകൾക്കും അറബിയിലെ ഓരോ ഹർഫുകളും വെച്ച് പാട്ടുകൾ. ഹംസ ആദ്യത്തെ അക്ഷരം അലിഫ് തുടങ്ങുന്നു, അലിഫ് കൊണ്ട് ആരംഭിക്കുന്നു. പദ്യത്തിന്റെ തുടക്കവും അലിഫ്, പദ്യത്തിന്റെ അവസാനവും അലിഫ്. ഇങ്ങനെ ഓരോ ഹർഫുകൾ 28 അറബി അക്ഷരങ്ങളെയും യോജിപ്പിച്ച് പാട്ടുണ്ടാക്കുന്നു. നബിതങ്ങളുടെ മദ്ഹാണ് പറയുന്നത് ഓരോ അക്ഷരങ്ങളിലും 28 വഴികൾ വീതം. ഉസല്ലി സലാത്തൻ തംലഉൽ അർള വസ്സമാ. ഉസല്ലി അലിഫ് കൊണ്ട് തുടങ്ങി ഹംസ. അലാ മൻ ലഹു അഅലൽ ഉലാ മുതബവ്വഉ. ഹംസയിൽ അവസാനിപ്പിച്ചു. ബാ കൊണ്ട് തുടങ്ങുന്നു. ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ വഫീ നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു. ബായിൽ അവസാനം. ഇങ്ങനെ ആശിഖ്യങ്ങൾ എഴുതുന്നു. എത്ര പറയാൻ.